എല്ലാവർക്കും സ്റ്റീൽ ദ ഫ്ലേവറിലേക്ക് സ്വാഗതം. നമുക്ക് ചൈന ഗ്രാസോ ജെലറ്റിനോ കണ്ടൻസ് മിൽക്കോ ക്രീമോ ഒന്നും ചേർക്കാതെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഈ ബ്രെഡിൻ്റെ അരികുവശമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ആ സൈഡിൽ കാണുന്ന ബ്രൗൺ കളറിലുള്ളത്. നമുക്കിനി ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് കൈകൊണ്ട് കീറിയിട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. നമുക്ക് എത്രയും പൊടിക്കാൻ പറ്റുമോ അത്രയും ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് പൊടിച്ചെടുത്തേക്കുന്നത്. ഇനി ഒരു മിക്സിംഗ് ബൗളിലോട്ട് ഒരു മുട്ട, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു 1/2 കപ്പ് പാല്, ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഇത്രയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന ബ്രെഡ് ക്രംസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള കാരമൽ സിറപ്പ് റെഡിയാക്കണം. അതിനായിട്ട് ഒരു പാനിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. ആ പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബ്രൗൺ കളർ ആവട്ടെ. ഇപ്പോൾ ഇതൊരു ബ്രൗൺ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഒരുപാട് ഡാർക്ക് ബ്രൗൺ ആക്കി എടുക്കണ്ട. അപ്പോൾ ഒരു കയ്പ്പ് രുചി ഉണ്ടാവും. ഇനി ഇത് നമുക്ക് പുഡിങ് റെഡിയാക്കി എടുക്കുന്ന പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കേക്ക് ടിന്നാണ് എടുത്തേക്കുന്ന 6 ഇഞ്ചുള്ളൊരു കേക്ക് ടിൻ. അപ്പോൾ നമുക്ക് ഏത് പാത്രം വേണമെങ്കിലും ഇതിനായിട്ട് ഉപയോഗിക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തണുത്തൊന്ന് ഉറച്ചു വരട്ടെ. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ കൈ തൊട്ട് നോക്കുമ്പോൾ കയ്യിലൊന്നും ഒട്ടി പിടിക്കുന്നില്ല. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന പുഡിങ്ങിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊരു അലൂമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്യണം. അതിന് മുകളിൽ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കണം. അതിനായിട്ടൊരു ഇഡലിത്തട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന പുഡിങ്ങിൻ്റെ പാത്രം വെച്ച് കൊടുക്കാം. എന്നിട്ടത് മൂടി വെച്ച് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ, മാക്സിമം ഒരു 15 മിനിറ്റ് മതിയാവും ഇത് റെഡിയായി വരാനായിട്ട്. തീ കുറച്ച് വെക്കരുത്. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ അലൂമിനിയം ഫോയിൽ മാറ്റി നോക്കാം. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നന്നായിട്ട് ഉറച്ചിരിപ്പുണ്ട്. അപ്പോൾ ഒരു നൈഫ് ഇൻസേർട്ട് ചെയ്ത് നോക്കിയാൽ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ മോൾഡിൻ്റെ സൈഡിൽ നിന്ന് ഒരു നൈഫ് വെച്ചിട്ടൊന്ന് വിടിയിച്ചു കൊടുക്കുക. എന്നിട്ടതൊരു പാത്രത്തിലോട്ട് കമത്തി കൊടുക്കുക. നമ്മുടെ പുഡിങ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്നൊരു പീസ് കട്ട് ചെയ്ത് നോക്കാം. നല്ല ഈവനായിട്ട് കുക്കായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 15 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്